എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം എല്ലാ ദിവസത്തെയും പോലെ താഴത്തേക്ക് വരുന്നതായിട്ടാണ് കണ്ടത്. ബെൽവെദർ ഷെയറുകളായ റിലയൻസ് ഇൻഡസ്ട്രീസും HDFC ബാങ്ക് ഈ രണ്ട് ഷെയറുകളിലെ ഒരു സ്ട്രോങ് സെല്ലിങ്ങും അതോടൊപ്പം തന്നെ വിദേശ ഫണ്ടുകളുടെ ആ ഒരു നിരന്തരമായ ഒഴുക്കും കാരണം ഉടൻ തന്നെ നെഗറ്റീവിലേക്ക് വരികയായിരുന്നു. FIEസിൻ്റെ ഈ കൊഴിഞ്ഞുപോക്ക് ആകർഷകമായ US ബോണ്ട് ഈൽഡാണ്. അതോടൊപ്പം തന്നെ ഉയർന്ന മൂല്യനിർണ്ണയവും അവരെ ഇവിടെ നിന്നും പുറത്തു പോകാൻ പ്രേരിപ്പിക്കുന്നവയാണ്. ഇന്ന് സെൻസെക്സ് 0.15% നെഗറ്റീവിൽ 73,085 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 5.40% നെഗറ്റീവിൽ 22,119 ക്ലോസ് ചെയ്തു. അതോടൊപ്പം തന്നെ രാജ്യത്തെ ഏറ്റവും മികച്ച 12 ലിസ്റ്റഡ് ബാങ്കുകളുള്ള ബാങ്ക് നിഫ്റ്റി 230 പോയിൻ്റ് ഇടിഞ്ഞ്, അതായത് 0.48% നെഗറ്റീവിൽ 48,114 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മാർക്കറ്റിൻ്റെ ഓപ്പണിങ്ങിൽ സെൻസെക്സ് 350 പോയിൻറ്റിന് മുകളിൽ ഓപ്പൺ ചെയ്തും അതേപോലെ തന്നെ നിഫ്റ്റി 22,200 മുകളിൽ വന്നതുമൊക്കെ ശക്തമായ സ്റ്റാർട്ടിങ്ങും അതേപോലെ തന്നെ നമ്മുടെ GDPയുടെ 6.2 കണക്കുകളും പുറത്തുവിട്ടതിനെ തുടർന്നുള്ള ആ ഒരു സ്ഥിരത അത് കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ സ്ലൈറ്റ്ലി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നതും. തുടർന്നുള്ള ദിവസങ്ങളിൽ 22,000 എന്നുള്ള ഒരു സപ്പോർട്ട് നിഫ്റ്റി എടുത്തത് കൊണ്ട് തന്നെ 22,000-ൽ ഒത്തിരി നേരം ഒരു കൺസോൾട്ടേഷൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പ്രതീക്ഷ നമുക്ക് മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട്. മറിച്ച് US താരിഫ് ഭീഷണികളും വിദേശ സ്ഥാപന നിക്ഷേപകരുടെ ഒഴുക്കും ഉൾപ്പെടെയുള്ള ഗ്ലോബലി അനിശ്ചിതത്വങ്ങൾ കാരണമാണ് വിപണി ജാഗ്രതയോടെ നീങ്ങുന്നത് എന്ന് വേണം നമുക്ക് കരുതാൻ. പക്ഷേ ഈ വെല്ലുവിളികൾക്കിടയിലും നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വളരെയധികം ബയ്യിങ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ ജാഗ്രതയോടെയാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് വിലയിരുത്താൻ കഴിയും. അതോടൊപ്പം തന്നെ ഗ്ലോബൽ മാർക്കറ്റുകളും നമ്മുടെ മാർക്കറ്റും എല്ലാം തന്നെ കീ എക്കണോമിക് ഡാറ്റ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ള ഒരു ആശ്വാസം കൂടെ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം 3% ഇടിഞ്ഞത് കഴിഞ്ഞ ആഴ്ച മാത്രം. ഇത്തരമൊരു സെല്ലിംഗ് പ്രഷർ കാരണം ജൂണിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലവാരം കഴിഞ്ഞ ആഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിലെ സ്ഥിതിഗതികൾ നോക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു GDP ഡാറ്റ അതേപോലെ കീ എക്കണോമിക് ഡാറ്റ ഇതിനൊക്കെ വെയിറ്റ് ചെയ്യുകയാണെങ്കിലും GDP ഡാറ്റ ആൾറെഡി വന്നു, അത് ഒരു സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. പക്ഷേ ആ ഒരു കാര്യങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നിലവിലെ സ്ഥിതിഗതികൾ വെച്ച് നോക്കും മാർക്കറ്റ്, അതായത് സെൻസെക്സ് എല്ലാം കൂടുതൽ തളർച്ച നേരിടാനുള്ള രൂക്ഷമാകാനുള്ള ഒരു സാധ്യതയാണ് തെളിയുന്നത്. നിഫ്റ്റിയെ നോക്കുകയാണെങ്കിൽ സാങ്കേതികമായിട്ട് ഒരു ദുർബലാവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ചയിലെ ആദ്യ സപ്പോർട്ട് 21,800 നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ഇത് നിലനിർത്താനായില്ലെങ്കിൽ 21,600 വരാനുള്ള സാധ്യതയുണ്ട്. അതിനും താഴേക്ക് വരികയാണെങ്കിൽ 20,900 ആ റേഞ്ചിലേക്കായിരിക്കും നിഫ്റ്റിയുടെ വരവ്. നമ്മൾ അതുവരെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം ഒരു തകർച്ച നേരിട്ടാൽ ഈ 20,800 എന്നുള്ള ആ റേഞ്ചിൽ നിന്ന് നമുക്കൊരു ബയ്യിങ് കാണാൻ കഴിയും. ആ ഒരു ബയ്യിങ്ങിനുള്ള ഒരു അവസരം ഇവിടെ നിന്നാണ് ശക്തമായിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്നൊരു റിക്കവറി വന്നു കഴിഞ്ഞാൽ 22,500 എന്നുള്ളതിലാണ് ഒരു റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ രൂപയുടെ മൂല്യം ഇപ്പോഴും ആടിയുലയുകയാണ്. രൂപ കൂടെ സ്ഥിരപ്പെടുന്നതോടൊപ്പം ഗോൾഡ് കൂടെ ഒന്ന് സ്ഥിരപ്പെടുന്ന ഗോൾഡ് സ്ലൈറ്റ്ലി ഇപ്പോൾ ചെറുതായിട്ട് നെഗറ്റീവിലേക്ക് വന്നെങ്കിലും ഒരു റിക്കവർ മോഡിലാണുള്ളത്. ഏതായിരുന്നാലും 22,000 താഴെ വരികയാണെങ്കിൽ 21,800 ഒരു സപ്പോർട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ എന്തായി എന്നുള്ളത് നോക്കാം. സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം 73,000 പറഞ്ഞത്, ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. 73,000 ബ്രേക്കൗട്ട് ചെയ്തതിന് ശേഷം 200 പോയിൻ്റ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ അതും ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. 48,070 നമ്മൾ പറഞ്ഞത്. അതിനുശേഷം അതും ഒരു 200 പോയിൻ്റോളം ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അടുത്തത് നിഫ്റ്റിയിൽ സപ്പോർട്ട് ലെവൽ 22,050. അതിനുശേഷം 22,050 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ചെറിയ തോതിൽ ഒരു 40 പോയിൻറ്റിൻ്റെ ഡൗൺ സൈഡാണ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ മാസം നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ്
ലഭിച്ചിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ മാസം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഒരു ദിവസത്തെ കൂടെ മാർക്ക് ചെയ്യാണ്ട് 11 ദിവസത്തോളം നമ്മൾ പോസിറ്റീവിലാണ്. അതേസമയം തുടക്കത്തിലൊരു 3 ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബാക്കി കഴിഞ്ഞ മാസത്തിലെ 4, 2, 8 ദിവസം ഒഴിവും. അപ്പോൾ 8, 3, 11 ദിവസം പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളുണ്ട്. അതേസമയം ഒരു ദിവസം നമുക്ക് റെഡിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ്. കഴിഞ്ഞ മാസവും അതിന് മുമ്പത്തെ മാസവും നമുക്ക് നല്ല റിസൾട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളിൽ 2 ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ നിഫ്റ്റിയിലെ സംബന്ധിച്ചിടത്തോളം 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ സപ്പോർട്ടായിട്ട് 22,000. ഓക്കെ, റെസിസ്റ്റൻസ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 22,200 ആ ഒരു റേഞ്ചിൽ എത്തിയതിന് ശേഷം മാത്രം അതാണ് നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഉള്ളത്. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരികയാണെങ്കിൽ 22,296. ഓക്കെ, നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. സെൻസെക്സിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് 72,800 72,800 സപ്പോർട്ട്. റെസിസ്റ്റൻസ് 73,290. 1 അവർ ടൈം ഫ്രെയിമിൽ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 73,660 സെൻസെക്സിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. അടുത്തത് ബാങ്ക് നിഫ്റ്റിയിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 47,850 47,840 മതിയാവും സപ്പോർട്ട്. റെസിസ്റ്റൻസ് 48,260. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ റെസിസ്റ്റൻസ് മാത്രമേ പറയുന്നുള്ളൂ, 48,580. ഓക്കെ, ഈ 3 ഇൻഡെക്സുകൾ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്തുകൊണ്ട് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ കൃത്യമായി വരയ്ക്കുക. ഇത് സ്ക്രീൻഷോട്ട് എടുക്കുകയോ എഴുതി വയ്ക്കുകയോ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഈ പറഞ്ഞ ലെവലുകളെല്ലാം നാളെ ബ്രേക്കൗട്ട് നടത്തുകയോ അല്ലെങ്കിൽ അത് റെസ്പെക്റ്റ് ചെയ്ത് റിക്കവർ ചെയ്യുകയോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പഠിക്കുക. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.